റേഷ്യോ എന്നുള്ള ലെസനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ റേഷ്യോ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. അതിൽ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുള്ള റേഷ്യോസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇന്ന് പഠിക്കാൻ പോണ സെക്ഷന്റെ പേര് അതർ ക്വാണ്ടിറ്റി. റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തിന്റെ റേഷ്യോ അല്ലാതെ വേറെ ക്വാണ്ടിറ്റീസ് തന്നിട്ടുള്ള പ്രോബ്ലങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം നോക്കണം. ക്വസ്റ്റ്യൻ ആണ്, there are two rocks, the shorter 1/3 meter long and the longer 1/2 meter long. What is the ratio of their lengths? നമുക്ക് തന്നിട്ടുള്ളത് റോപ്പിന്റെ ലെങ്ത് ആണ്. രണ്ട് ടൈപ്പ് റോപ്സ് ഉണ്ട്. ഒന്ന് ഷോർട്ടർ ആണ്, അതിന്റെ ലെങ്ത് 1/3 മീറ്റർ. ലോങ്ങറിന്റെ ലെങ്ത് 1/2 മീറ്റർ. നമ്മൾ അതിന്റെ റേഷ്യോ എഴുതണം. ക്വസ്റ്റ്യന്റെ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദയർ ലെങ്ത്സ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് ആദ്യം എഴുതാം. അപ്പൊ ഇവിടെ ഷോർട്ടർ ടു ലോങ്ങർ നമുക്ക് എഴുതി നോക്കാം. അപ്പൊ ഷോർട്ടർ ആദ്യം എഴുതുന്നു, ലോങ്ങർ രണ്ടാമത് എഴുതുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ഷോർട്ടർ ടു ലോങ്ങർ എന്നുള്ളതിന് പകരം ലോങ്ങർ ടു ഷോർട്ടർ എഴുതാം. അപ്പൊ ലോങ്ങർ ആദ്യം എഴുതും, ഷോർട്ടർ രണ്ടാമത് എഴുതും. അപ്പൊ നമുക്ക് ഷോർട്ടർ ആദ്യം എഴുതി നോക്കാം. 1/3 മീറ്റർ. അപ്പൊ ഷോർട്ടറിന്റെ താഴെ ഞാൻ 1/3 എഴുതി, ലോങ്ങർ 1/2. അപ്പൊ 1/3ഉം 1/2ഉം ഫ്രാക്ഷൻസ് ആണ്. നമുക്കറിയാം റേഷ്യോ എപ്പോഴും കൗണ്ടിങ് നമ്പേഴ്സിലാണ് എഴുതുക. അപ്പൊ നമ്മൾ ഈ രണ്ട് ഫ്രാക്ഷനെയും കൗണ്ടിങ് നമ്പേഴ്സ് ആക്കി മാറ്റണം. കൗണ്ടിങ് നമ്പേഴ്സ് ആക്കി മാറ്റണമെങ്കിൽ 1/3നെ എന്ത് ചെയ്യണോ അത് തന്നെ 1/2നെയും ചെയ്യണം. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യാം. 1/3 എന്നുള്ള ഫ്രാക്ഷനില് 3 ആണ് ഡിനോമിനേറ്ററില്, 1/2 എന്നുള്ള ഫ്രാക്ഷനില് 2. ആ രണ്ട് ഡിനോമിനേറ്റേഴ്സും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 × 2 അപ്പൊ 6 കിട്ടി. ഈ 6 കൊണ്ട് ഈ രണ്ട് ഫ്രാക്ഷനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് നമ്പേഴ്സും കൗണ്ടിങ് നമ്പേഴ്സ് ആയിട്ട് മാറും. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ 1/3 × 6 ചെയ്യാം, 1/2 × 6. അപ്പൊ നമ്മള് രണ്ട് ഫ്രാക്ഷനെയും ഇൻറ്റു 6 ആണ് ചെയ്തത്. സെയിം കാൽക്കുലേഷൻ ആണ് രണ്ട് ഫ്രാക്ഷനും ചെയ്യാൻ പറ്റുള്ളൂ. 1 × 6 6/3. 6/3 എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 3. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 2. ഇവിടെ 1 × 6 6/2. 6 ഡിവൈഡഡ് ബൈ 2 3. അപ്പൊ നമുക്ക് രണ്ട് കൗണ്ടിങ് നമ്പേഴ്സ് കിട്ടി, 2ഉം 3ഉം. ഈ 2ലും 3ലും ഇനി ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല, രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് റേഷ്യോ എഴുതാം 2:3. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ഷോർട്ടർ ആൻഡ് ലോങ്ങർ റോക്സ് ഈസ് 2:3. ഒന്നുകൂടി നോക്കാം. ഫ്രാക്ഷനെ കൺവെർട്ട് ചെയ്യാൻ ഈ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫ്രാക്ഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സ് കിട്ടി. ഇനി ഇത് മറ്റൊരു വിധത്തിലും കൂടി ചെയ്യാം. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അടുത്ത ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ നമ്മൾ 1/3യുടെയും 1/2ന്റെയും ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതി നോക്കും. അപ്പൊ ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതുമ്പോൾ വാല്യൂസിന് മാറ്റമില്ല, നമുക്കറിയാം. അപ്പൊ നമുക്ക് 1/3യുടെ ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതി നോക്കാം. അപ്പൊ 1/3യുടെ ഈക്വൽ ഫ്രാക്ഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/6, നെക്സ്റ്റ് 3/9. രണ്ടെണ്ണം എഴുതി നോക്കി. അടുത്തതും രണ്ടെണ്ണം എഴുതി നോക്കാം. അപ്പൊ 1/2ന്റെ ഫ്രാക്ഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/4, 3/6. രണ്ടിന്റെയും രണ്ട് ഫ്രാക്ഷൻസ് വീതം എഴുതി. ഇതിൽ ഇവിടെ ഏതാ എഴുതണ്ടേന്ന് നോക്കാനായിട്ട് രണ്ട് ഫ്രാക്ഷന്റെയും ഈക്വൽ ഫ്രാക്ഷൻസിൽ സെയിം ഡിനോമിനേറ്റർ ആയ ഫ്രാക്ഷൻ ഉണ്ടോ നോക്കി. അപ്പൊ 1/3ല് 2/6 ഉണ്ട്, 6 ആണ് ഡിനോമിനേറ്റർ. 1/2ന്റെ ഈക്വൽ ഫ്രാക്ഷൻസില് 3/6 ഉണ്ട്, 6 ആണ് ഡിനോമിനേറ്റേഴ്സ്. അപ്പൊ നമുക്ക് 1/3യുടെ ഒരു ഈക്വൽ ഫ്രാക്ഷൻ 6 ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് കിട്ടി. അതുപോലെ 1/2ന്റെ 6 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ കിട്ടി. അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ എഴുതാം. 1/3ക്ക് പകരം അതിന്റെ ഈക്വലന്റ് ഫ്രാക്ഷൻ 2/6. അടുത്തത് 1/2ന് പകരം 1/2ന്റെ ഈക്വൽ ഫ്രാക്ഷൻ 3/6. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കി. അതിനാണ് നമ്മൾ ഇങ്ങനെ എഴുതി നോക്കിയത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് ഈക്വൽ ഫ്രാക്ഷൻസ് ഇതൊന്നും എഴുതാതെ എഴുതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എഴുതാം. ഇനി എന്ത് വേണം? ഈ രണ്ട് ഫ്രാക്ഷൻസിനെയും കൗണ്ടിങ് നമ്പർ ആക്കണമെങ്കിൽ
രണ്ട് ഫ്രാക്ഷൻസിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഇൻറ്റു 6 ചെയ്തു, ഇവിടെയും ഇൻറ്റു 6 ചെയ്തു. 6ഉം 6ഉം ക്യാൻസൽ ആയി. അപ്പോ റേഷ്യോ എന്ത് കിട്ടി? 2:3. മുൻപ് കിട്ടിയതും 2:3 ആണ്. ഒന്നുകിൽ ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതി ചെയ്യാം, അല്ലെങ്കിൽ ഡിനോമിനേറ്റേഴ്സിന്റെ പ്രോഡക്റ്റ് കൊണ്ട് രണ്ട് ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് റേഷ്യോ കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ നമ്മൾ എഴുതിയത് റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ഷോർട്ടർ ആൻഡ് ലോങ്ങർ റോഡ്സ്. ഈ ലോങ്ങർ ആൻഡ് ഷോർട്ടർ റോഡ്സ് എഴുതണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വേണം? റേഷ്യോ തിരിച്ചു എഴുതണം. 3:2 ആണ്. ഇതില് 2:3 ശരിയാണ്, 3:2 ശരിയാണ്. നമ്മൾ എന്ത് എഴുതണം? റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ഷോർട്ടർ ആൻഡ് ലോങ്ങർ എന്ന് എഴുതിയാല് 2:3. റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ലോങ്ങർ ആൻഡ് ഷോർട്ടർ എന്ന് എഴുതിയാല് 3:2. ക്വസ്റ്റ്യൻ ഇതാണ്. ടു ഫിൽ എ ക്യാൻ വി നീഡ് ഓൺലി ഹാഫ് ദ വാട്ടർ ഇൻ എ ബോട്ടിൽ. ടു ഫിൽ എ ലാർജർ ക്യാൻ വി നീഡ് 3/4 ഓഫ് ദ ബോട്ടിൽ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് ദ സ്മോളർ ക്യാൻ ടു ദ ലാർജർ ക്യാൻ? അതായത് സ്മോളർ ക്യാൻ നിറയ്ക്കണമെങ്കിൽ ഒരു ബോട്ടിലിന്റെ ഹാഫ് വെള്ളം വേണ്ടു. ലാർജർ ക്യാൻ നിറയ്ക്കണമെങ്കിൽ ആ സെയിം ബോട്ടിലിന്റെ തന്നെ 3/4 വേണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഷ്യോ എഴുതണം. ബോട്ടിലില് എത്ര വെള്ളം എടുത്തു എന്നാണ് നമ്മൾ നമ്പർ ആയിട്ട് എഴുതേണ്ടത്. സ്മോളർ ക്യാൻ നിറയ്ക്കാനായിട്ട് ബോട്ടിലിന്റെ ഹാഫ് എടുത്തു. അപ്പൊ സ്മോളർ ടു ലാർജർ റേഷ്യോ ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ സ്മോളർ ക്യാൻ ആദ്യം എഴുതി, രണ്ടാമത് ലാർജർ ക്യാൻ. അപ്പൊ ലാർജർ ക്യാൻ നിറയ്ക്കാൻ ആ സെയിം ബോട്ടിലിന്റെ 3/4 ആവശ്യം വന്നു. 3/4 എന്ന് പറഞ്ഞ എന്താ? 3/4. 3 × 1/4 3/4. അപ്പൊ ലാർജർ ക്യാനിന് 3/4. സ്മോളർ ക്യാന്റെയും ലാർജർ ക്യാന്റെയും നമ്പേഴ്സ് ഇവിടെ എഴുതി. രണ്ടും ഫ്രാക്ഷൻസ് ആണ്. നമുക്ക് ഇനി എന്ത് വേണം? ഫ്രാക്ഷന് കൗണ്ടിങ് നമ്പേഴ്സ് ആക്കി മാറ്റണം. കൗണ്ടിങ് നമ്പേഴ്സ് ആണെങ്കിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണു? ഡിനോമിനേറ്റേഴ്സിന്റെ പ്രോഡക്റ്റ്. ഡിനോമിനേറ്റേഴ്സ് 2ഉം 4ഉം ആണ്. 2 × 4 8. 8 കൊണ്ട് ഈ രണ്ട് നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 8/2. ഇവിടെ 8 × 3 24/4. അപ്പൊ 8/2 എന്ന് പറയുന്നത് 8/2 ആൻസർ 4. 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6. അപ്പൊ രണ്ട് നമ്പേഴ്സ് കിട്ടി, 4ഉം 6ഉം. ഇനി എന്ത് നോക്കണം? ഇത് ലീസ്റ്റ് ഫോമിലാണോ? ഇത് ലീസ്റ്റ് ഫോമിലല്ല. അപ്പൊ 4ലും 6ലും കോമൺ ഫാക്ടർ 2 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം? രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4/2 2, 6/2 3. അപ്പൊ റേഷ്യോ 2:3 അങ്ങനെ കിട്ടി. ഇനിയല്ല നമ്മൾ രണ്ടാമത് ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതി മെത്തേഡ് ചെയ്തു. അതുപോലെ ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യാം? 1/2 3/4. ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതി നോക്കുമ്പോ ഈ 1/2ന്റെ ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതിയപ്പോ നമുക്ക് 2/4 കിട്ടി. നമ്മൾ എന്തിനാ ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതണേ? രണ്ട് ഫ്രാക്ഷൻസിനെ സെയിം ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആക്കി എഴുതാം. അപ്പോ ഈ 1/2ന് പകരം 2/4 എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് കിട്ടി. അപ്പൊ ഈ 1/2ന് പകരം 2/4, 3/4 അതുപോലെ തന്നെ എഴുതി. അപ്പൊ നമുക്ക് ആ രണ്ട് ഫ്രാക്ഷന്റെയും സെയിം ഡിനോമിനേറ്റർ ആയിട്ട് കിട്ടി. 1/2ന്റെ മാത്രമാണ് ഈക്വൽ ഫ്രാക്ഷൻ മാറ്റേണ്ടി വന്നുള്ളൂ. മറ്റത് ഓൾറെഡി ആ നമ്പർ തന്നെ എഴുതിയാൽ മതി. എന്താ കാരണം? അവിടെ ഡിനോമിനേറ്റർ 4 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്. ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ചില സമയത്ത് രണ്ട് ഫ്രാക്ഷന്റെയും ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതേണ്ടി വരും. ഇവിടെ ഒരു ഫ്രാക്ഷന്റെ ഈക്വൽ ഫ്രാക്ഷൻ മാത്രം എഴുതിപ്പിക്കും, നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് കിട്ടി. ഇനി എന്ത് വേണം? ഈ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള 4 കൊണ്ട് രണ്ട് നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ റേഷ്യോ 2:3 കിട്ടി. സെയിം കിട്ടി. ചില പ്രോബ്ലത്തില് ഇങ്ങനെ ചെയ്യണതായിരിക്കാം ഈസി, ചില പ്രോബ്ലത്തില് ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതിയിട്ട് എഴുതുന്നതായിരിക്കാം ഈസി. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. എങ്ങനെ ചെയ്താലും ആൻസർ സെയിം കിട്ടും. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 123 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഓഫ് 2 പെൻസിൽസ് ദ ഷോർട്ടർ ഈസ് ഓഫ് ലെങ്ത് 6 cm and the longer 9 cm.
centimeters. What is the ratio of lengths of the shorter and longer pencils? രണ്ട് പെൻസിലിന്റെ ലെങ്ത് ആണ് പ്രോബ്ലത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഷോർട്ടർ വണ്ണിന്റെ ലെങ്ത് 6 സെന്റിമീറ്ററും ലോങ്ങർ വണ്ണിന്റെ ലെങ്ത് 9 സെന്റിമീറ്ററും ആണ്. റേഷ്യോ ചോദിച്ചിരിക്കുന്നത് ഷോർട്ടർ ആൻഡ് ലോങ്ങർ. ഷോർട്ടർ ആൻഡ് ലോങ്ങർ. അപ്പൊ നമ്മൾ ആദ്യം ഷോർട്ടറിന്റെ ലെങ്ത് എഴുതണം, പിന്നെ ലോങ്ങറിന്റെ ലെങ്ത് എഴുതണം. അപ്പൊ ഷോർട്ടറിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ, ലോങ്ങറിന്റെ ലെങ്ത് 9 സെന്റിമീറ്റർ. നമ്പേഴ്സ് എഴുതി, രണ്ടും കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. ഇനി എന്ത് വേണം? ആ രണ്ട് നമ്പേഴ്സിലും കോമൺ ഫാക്ടർ ഉണ്ടോ നോക്കണം. 6ഉം 9ഉം ആണ്. നമ്പേഴ്സ് കണ്ടപ്പോൾ മനസ്സിലായി എന്ത്? 3 കോമൺ ഫാക്ടർ ആണ്. അപ്പൊ രണ്ട് നമ്പേഴ്സിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 ഡിവൈഡഡ് ബൈ 3 2, 9 ഡിവൈഡഡ് ബൈ 3. അപ്പൊ റേഷ്യോ എന്ത് വന്നു? 2 to 3. Ratio of shorter and longer pencils is 2:3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. In a school there are 120 boys and 140 girls. What is the ratio of number of boys to number of girls? സ്കൂളില് ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. റേഷ്യോ കാണേണ്ടത് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു നമ്പർ ഓഫ് ഗേൾസ്. അപ്പൊ ബോയ്സിന്റെ എണ്ണം ആദ്യം എഴുതണം, ഗേൾസിന്റെ എണ്ണം രണ്ടാമത് എഴുതണം. അപ്പൊ ബോയ്സിന്റെ എണ്ണം 120, ഗേൾസിന്റെ എണ്ണം 140. രണ്ട് നമ്പേഴ്സും എഴുതി നോക്കിയപ്പോ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഈസിയാണ്. ഇനി എന്ത് വേണം? അത് രണ്ട് നമ്പറിലുള്ള കോമൺ ഫാക്ടറിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. രണ്ടിലും 0 ഉണ്ട്, ഒരു 0 ഉണ്ട്. അപ്പൊ ആ ഒരു 0 കട്ട് ചെയ്തു. അപ്പൊ നമ്പേഴ്സ് പിന്നെ എന്തായി? 12ഉം 14ഉം ആയി. അപ്പൊ ഈ 12ലും 14ലും കോമൺ ഫാക്ടർ ഉണ്ടോ നോക്കിയാൽ 12ഉം 14ഉം ഈവൺ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്കറിയാം 2 ഉണ്ട്, എന്തായാലും 2 ഉണ്ട്. അപ്പൊ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6, 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. അപ്പൊ രണ്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടി, 6ഉം 7ഉം. ഈ രണ്ട് നമ്പേഴ്സിലും ഇനി കോമൺ ഫാക്ടർ ഉണ്ടോ? 6ലും 7ലും കോമൺ ഫാക്ടർ ഇല്ല. അപ്പൊ റേഷ്യോ എന്ത് കിട്ടി? 6 to 7. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഈസ് 6 to 7. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. 96 women and 144 men attending a meeting. Calculate the ratio of number of women to the number of men. അതായത് വുമന്റെ എണ്ണവും മെന്റെ എണ്ണവും തന്നിട്ടുണ്ട്. റേഷ്യോ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കിയപ്പോ നമ്പർ ഓഫ് വുമൻ ടു നമ്പർ ഓഫ് മെൻ. ദാറ്റ് മീൻസ് വുമൻ ഷുഡ് ബി റൈറ്റ് ഫസ്റ്റ്. അപ്പൊ വുമൻ മെൻ. വുമണിന്റെ എണ്ണം 96. അപ്പൊ 96 എഴുതി. മെന്നിന്റെ എണ്ണം 144. അപ്പൊ വുമണിന്റെ എണ്ണം 96ഉം മെന്നിന്റെ എണ്ണം 144. അപ്പൊ നമ്പേഴ്സ് നോക്കിയപ്പോ 12 രണ്ടിലെയും കോമൺ ഫാക്ടർ ആണെന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് അവസാനം വരെ ഡിവൈഡ് ചെയ്ത് കോമൺ ഫാക്ടർ ഇല്ലാത്ത നമ്പേഴ്സ് എത്തുമ്പോൾ നിർത്തണം. അപ്പൊ 12 കോമൺ ഫാക്ടർ ആയതുകൊണ്ട് 96നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. 12 into 8 96 ആണ്. 144നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12. അതായത് 12ന്റെ സ്ക്വയർ ആണ് 145. സ്ക്വയർ നമ്പേഴ്സ് സ്ക്വയേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. 144 12ന്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യാം? 96നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അങ്ങനെ എളുപ്പത്തിൽ നോക്കാൻ പറ്റും. ഇനി രണ്ട് നമ്പേഴ്സ് കിട്ടി, 8ഉം 12ഉം. ആ രണ്ട് നമ്പേഴ്സിലും കോമൺ ഫാക്ടർ ഉണ്ട്. 8ഉം 12ഉം നമുക്ക് കണ്ടറിയാം. 4 ആ രണ്ട് നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടർ ആണ്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 into 2 8, 4 into 3 12. അപ്പൊ 2:3 റേഷ്യോ കിട്ടും. അല്ലെങ്കിൽ 96നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ 48 കിട്ടി. 144നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ 72. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24 കിട്ടി, 36 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 12 18. 12ഉം 18ഉം കണ്ടാൽ അറിയാം ആ രണ്ട് നമ്പേഴ്സും 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടി. 18 ഡിവൈഡഡ് ബൈ 6 3 കിട്ടി. അപ്പൊ റേഷ്യോ കിട്ടി. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കോമൺ ഫാക്ടർ ഏതെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അപ്പൊ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. വീണ്ടും നോക്കുക, കോമൺ ഫാക്ടർ ഉണ്ടോ നോക്കുക, ഡിവൈഡ് ചെയ്യുക.
കോമൺ ഫാക്ടർ ഇല്ലാതെ ആവണ വരെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, റേഷ്യോയിലെ രണ്ട് നമ്പേഴ്സിനെ സെയിം നമ്പർ കൊണ്ട് മാത്രമാണ് ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും പാടുള്ളൂ. ഒന്നിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മറ്റേതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ വാല്യൂവിൽ മാറ്റം വരും. അത് മാത്രം ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ബുക്കില് 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.